അമ്മ എന്ന സിനിമാക്കാരുടെ സംഘടനയിൽ നിന്നും സ്ഥാനങ്ങളും മെമ്പർഷിപ്പും അടക്കം എല്ലാം രാജിവെച്ച ആളാണ് ശ്വേതാ മേനോൻ. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഓരോ കുറിപ്പുകളുമായി വീണ്ടും പ്രസിഡന്റായി കടിച്ചു തൂങ്ങാൻ തന്നെയാണ് തീരുമാനമെന്ന് തോന്നുന്നു. താരസംഘടനയായ അമ്മ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഓടിളക്കി വന്ന 10-15 പേരല്ലെന്ന് പറയുകയാണ് ശ്വേതാ മേനോൻ. സംഘടനയെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കം കോടതി തടഞ്ഞെന്നും ഒപ്പം നിന്നവർക്ക് നന്ദി എന്നുമാണ് ശ്വേതാ മേനോന്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. രാജിവെക്കരുതെന്നും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും പോരാടണമെന്നും മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞുവെന്നും നടി പറയുന്നു. കമ്മിറ്റിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വരണം, പിൻവാതിൽ വഴിയല്ല അതിന് വരേണ്ടതെന്നും ശ്വേത കളിയാക്കുന്നുണ്ട്. ഇന്നലെയാണ് അമ്മ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം എറണാകുളം മുനിസിപ്പൽ കോടതി തടഞ്ഞത്. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള പഴയ കമ്മിറ്റിക്ക് പ്രവർത്തനം തുടരാമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. ഈ കമ്മിറ്റിക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് തടസ്സങ്ങളില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. ശ്വേതാ മേനോന്റെ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഈ കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പലരും ചോദിക്കുന്നുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാജി പ്രഖ്യാപിച്ച ഒരാളുടെ ഹർജിയിൽ എങ്ങനെയാണ് സ്റ്റേ വരുന്നത് എന്നാണ് ആ ചോദ്യം. രമേശ് പിഷാരടിയും ഈ ചോദ്യം ചോദിച്ചിരുന്നു. ഇന്നലെ പുറത്തു വന്ന ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള സ്വകാര്യ ഫോൺ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് രമേശ് പിഷാരടി പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ ശ്വേത ഇപ്പോൾ പുറത്ത് പറയേണ്ട, ഉടൻ തന്നെ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേരും, അതിലൊരു തീരുമാനമായിട്ട് ഇത് പുറത്ത് പറഞ്ഞാൽ മതി എന്നാണ്. അതിന് ശ്വേത പറഞ്ഞ മറുപടി, എനിക്ക് ഒരൊറ്റ തന്തേ ഉള്ളൂ, ഞാനിതൊന്നും പുറത്ത് പറയില്ല പിശു എന്നാണ്. എന്നിട്ട് എന്താണ് ചെയ്തത്? ആ ഫോൺ സംഭാഷണം മുഴുവനായി മാധ്യമങ്ങൾക്ക് നൽകി പുറത്തുവിട്ടു. ഒരു ദിവസം പരസ്യമായി അമ്മ പ്രസിഡന്റ് സ്ഥാനവും അമ്മ സംഘടനയിലെ പ്രാഥമിക അംഗത്വവും രാജി വെച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഈ സ്ത്രീ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അമ്മയുടെ പ്രസിഡന്റാണെന്നും പറഞ്ഞ് കോടതിയിൽ വരെ പോയിരിക്കുന്നു. മോഹൻലാലും മമ്മൂട്ടിയും തന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ ന്യായം അല്ലെങ്കിൽ ശരി നിങ്ങളുടെ കൂടെയാണെന്ന് അതിന് അർത്ഥമില്ല. യാതൊരു നിലപാടുമില്ലാത്ത രണ്ട് സൂപ്പർ താരങ്ങളാണ് അവർ. നേരത്തെ ദിലീപും നടിയുമായുള്ള പ്രശ്നം വന്നപ്പോൾ അവളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, പക്ഷേ അതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന ലോകോത്തര ഊളത്തരം പറഞ്ഞവരാണ് ഈ താരങ്ങൾ. ഈ സംഘടന എന്താണെന്നും ഇതിന്റെ നിലവാരം എന്താണെന്നും ആ പ്രസ്താവനയിൽ വ്യക്തമാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആദർശങ്ങളൊന്നുമില്ല, പൈസയാണ് പ്രധാനം. ആ നിലപാടിന്റെ ആൾ തന്നെയാണ് ഈ ശ്വേതാ മേനോൻ. നടിമാരായ ഉഷാ ഹസീന, അൻസിബ, മാല പാർവതി, മായ വിശ്വനാഥ് എന്നിവർ ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. സ്ത്രീകൾ നേതൃനിരയിൽ വരാൻ പോരാടിയവരാണ് തങ്ങളെന്നും എന്നാൽ ഈ തങ്ങൾ 4 പേരും വ്യക്തിഹത്യയ്ക്ക് വിധേയരായി എന്നുമാണ് ഉഷ പറയുന്നത്. നേതൃത്വത്തിൽ കുഴുക്ക് വഴിയിലൂടെ എത്തിയ ഒരാളാണ് ശ്വേതാ മേനോൻ. അവരെ പക്ഷേ എല്ലാവരും അംഗീകരിച്ചുവെന്നും ഉഷാ ഹസീന പറയും. അനൂപ് ചന്ദ്രൻ അൻസിബയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വീഡിയോ തയ്യാറാക്കി. അതേപ്പറ്റി ശ്വേതയോട് പറഞ്ഞപ്പോൾ നന്നായി പോയി എന്നാണ് പറഞ്ഞതെന്നും ഉഷാ ഹസീന പറഞ്ഞു. മാല പാർവതി പറയുന്നത് മറ്റൊരു കാര്യമാണ്. അദാനിയുടെ 15 കോടി രൂപ അമ്മയ്ക്ക് കിട്ടാനിരിക്കുകയാണെന്ന് BJP നേതാവായ പത്മജ എസ് മേനോൻ പറഞ്ഞു. ശ്വേത ഇടപെട്ട് പണം കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. കോർപ്പറേറ്റുകളുടെ 15 കോടി അമ്മയ്ക്ക് വേണ്ട. അമ്മയിൽ അംഗമല്ലാത്ത BJP നേതാവ് ഇക്കാര്യം എങ്ങനെ പറയുന്നുവെന്നും മാല പാർവതി ചോദിക്കുന്നു. ജനറൽ ബോഡിയിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അവർ ഇറങ്ങി ഓടി. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഒന്നിച്ച് രാജിവെച്ചത്. അതിനു പിന്നാലെ സംഘടനയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നുവെന്ന പ്രഖ്യാപനവും ശ്വേതാ മേനോൻ നടത്തിയിരുന്നു. അതേപോലെ ദല്ലാൽ നന്ദകുമാറുമായുള്ള കരാർ പ്രകാരം 1 കോടി നൽകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞതെന്ന് അൻസിബ പറയുന്നു. കരാറായപ്പോൾ അത് 75 ലക്ഷമാണ്. 25 ലക്ഷം എവിടെ പോയി എന്ന് അറിയില്ലെന്നും അൻസിബ പറഞ്ഞു. താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചിരുന്നു, എന്നിട്ടും FIR ഇടാൻ പോലീസ് തയ്യാറായില്ല. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ഇക്കാര്യവും ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കണം, അന്വേഷിക്കണം. കോടതിയിൽ നിന്ന് മാത്രമാണ് നീതി കിട്ടുന്നതെന്നും അൻസിബ പറഞ്ഞു. സിനിമാക്കാരുടെ സംഘടനകളിൽ പലതും നടന്നേക്കാം. അതിലെ ധാർമ്മികതയും നീതിയും ഒന്നും നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. എന്നാലും ഇപ്പോൾ നടക്കുന്ന ഈ പേക്കൂത്തുകൾ കാണുമ്പോൾ ഒരു കാര്യം പറയാം. പലതവണ നമ്മൾ പരിഹസിച്ച് ചിരിച്ച് കളിയാക്കി വിട്ട ഇടവേള ബാബു ആയിരുന്നു ഇതിലും ഭേദമെന്ന് തോന്നിപ്പോകും. പല നെറുകേടും കാണിച്ചിട്ടുണ്ടെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നാണം കെട്ട് സീറ്റിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വൃത്തികെട്ട ഒരു സീൻ അയാൾ ഉണ്ടാക്കിയിട്ടില്ല.